ഈ ഒരു മഴക്കാലത്ത് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് മുരുമുര മുരിഞ്ഞ ഉഴുന്നുവട തയ്യാറാക്കാം. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് വരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പാചക രീതിയാണ്. ഉഴുന്നുവട തയ്യാറാക്കിയെടുക്കാനായിട്ട് 250 ഗ്രാം അളവുള്ള കപ്പിൽ 1/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇനി ഉഴുന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം 2 മണിക്കൂർ നേരത്തേക്കൊന്ന് കുതിർത്താനായിട്ട് മൂടി മാറ്റി വെക്കാം. ഉഴുന്ന് കുതിർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി ഇതിന്റെ വെള്ളമെല്ലാം പോയി വരുമ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം പോരായ്മയുണ്ടെങ്കിൽ ഉഴുന്ന് കുതിർത്തിയ വെള്ളം 1 സ്പൂൺ അളവിൽ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ മാവൊന്ന് പതപ്പിച്ചെടുക്കണം. 2 മിനിറ്റ് നേരം പതപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും എരിവിന് ആവശ്യമായ 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും ഒരു ചെറിയ സവാള പൊടിയായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് നല്ല പതഞ്ഞ രീതിയിലേക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. മാവ് നല്ലതുപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോഴാണ് നല്ല അയഞ്ഞ പരുവത്തിലേക്ക് മാവായി കിട്ടുന്നതും. ഇനി മാവിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പരുവം നോക്കാനായിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് മാവൊന്ന് ഇട്ടുകൊടുത്താൽ ഒന്ന് പൊങ്ങിക്കിടക്കുന്ന ഒരു പാകത്തിലേക്ക് ആയി കിട്ടണം. ഇതുപോലെ ആയി കിട്ടിയാൽ പിന്നെ നമുക്ക് വട തയ്യാറാക്കാനുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ വറുത്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ വട വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ്. ഇതിനായിട്ട് തവി എടുത്തിട്ടുണ്ട്. തവിയിലേക്ക് കുറച്ച് ഓയിലൊന്ന് പുരട്ടിയതിന് ശേഷം കുറേശ്ശെ മാവ് കയ്യിലിട്ടൊന്ന് ഉരുട്ടി ഇവിടെ മുകളിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഹോളാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ വട എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ എല്ലാവർക്കും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വട ഷേപ്പായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അങ്ങനെ 3 വട എണ്ണയിലേക്ക് പൊരിക്കാനായിട്ട് മാറ്റി കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് തന്നെ വട മുരിയിച്ചെടുക്കാം. 2 വശവും നല്ലതുപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്തിട്ട് വേണം വട ഒന്ന് കോരിയെടുക്കാനായിട്ടും. അങ്ങനെ നല്ല ക്രിസ്പി ഉഴുന്നുവട നല്ല സ്വർണ്ണ നിറത്തിൽ നമ്മൾ മുരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ എണ്ണയിൽ നിന്നും കോരി മാറ്റി അടുത്തത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഉഴുന്നുവട ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വട വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഒരു വീഡിയോയും കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇന്ന് കണ്ട വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറെ ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.